ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് കോൾ വരികയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആൾ ആരാണെന്ന് അറിയാതെ തന്നെ നമുക്കത് മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കും. അതുകൊണ്ടുള്ളൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളുടെ കോളുകളോ അല്ലെങ്കിൽ മെസ്സേജുകളോ വരികയാണെങ്കിൽ നമുക്ക് അവിടെ പോവാതെ തന്നെ നമുക്ക് എടുക്കേണ്ടതാണോ എടുക്കേണ്ടാത്തതാണോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. അറിയുന്നവരാണെങ്കിൽ അറിയാത്തവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഇവിടെ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ഫ്രണ്ട്സിന്റെ പ്രൊഫൈലുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. എപ്പോഴും നമ്മൾ ചാറ്റ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട കുറച്ച് നമ്പേഴ്സ് നമുക്ക് ഇതുപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആരാണ് മെസ്സേജ് ചെയ്തത് അല്ലെങ്കിൽ ആരാ കോൾ ചെയ്തത് നമുക്ക് അറിയാൻ സാധിക്കും. അത് ഞാൻ ഇവിടെ ലൈവായിട്ട് കാണിച്ചു തരാം. ഞാനൊരു പ്രൊഫൈൽ എടുക്കുകയാണ്. ആ പ്രൊഫൈലിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഓപ്പൺ ആയി. ഇനി നമ്മൾ ഏറ്റവും ടോപ്പിൽ ആ പ്രൊഫൈൽ നെയിം കാണുന്ന ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നോട്ടിഫിക്കേഷൻസ് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നോട്ടിഫിക്കേഷൻസ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കോളിൻ്റെ താഴെയായിട്ട് റിംഗ് ടോൺ കാണിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നോട്ടിഫിക്കേഷൻ ടോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് മെസ്സേജുകൾ വരുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ടോൺ ഏതാണ് വരേണ്ടതെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഓട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഓട്ടോ അതാണ് നമുക്ക് ഡിഫോൾട്ടായിട്ട് നമുക്ക് വാട്സപ്പ് തന്നെ തരുന്നൊരു ഓട്ടോ ആയിട്ടുള്ള ഒരു ടോണാണ് അത് വരുന്നത്. നമ്മൾ അത് മാറ്റിയിട്ട് നമുക്കിവിടെ സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഒന്നുകിൽ ക്ലാസിക് തീംസ് നമുക്ക് നോക്കിയിട്ട് എടുക്കാം. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ടോൺസുകൾ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിന് താഴെയായിട്ട് 2-3 ഓപ്ഷൻസ് വേറെയും കാണിക്കുന്നുണ്ട്. അവിടെ പോയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ടോണുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ടോണായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ റിംഗ് ടോൺ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഈ ടോൺ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് വ്യക്തിയാണ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതെന്നുള്ളത്. അതിനുശേഷം നമുക്ക് ഒന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു തീം, ഈ ഒരു ടോൺ സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ റിംഗ് ടോൺ, അതായത് ഈ വ്യക്തി നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ടോണിലേക്ക് മാറ്റണം എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൽ ഏതാണോ വേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം ആ ഒരു ടോണാണ് ഇവിടെ സെറ്റ് ആയിരിക്കുന്നത്. അപ്പം ഇനി മുതൽ നമുക്ക് ഏത് വ്യക്തികളാണോ നമുക്ക് വിളിക്കുന്നത് അത് കൃത്യമായിട്ട് ഈ ടോൺ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ തന്നെ കണ്ടില്ലേ, ഈ ഒരു പ്രൊഫൈലിൽ ഏത് വ്യക്തിയാണോ വിളിക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാവും. ഈ ടോൺ കേട്ടാൽ മതി. ഇനി അടുത്തതായിട്ട് ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു തരാം. ഞാൻ മറ്റൊരു വ്യക്തിയുടെ, എൻ്റെ സിസ്റ്റർ തന്നെ ഇതേപോലെ തന്നെ ഞാനൊന്ന് ലോങ് പ്രസ് ചെയ്യുകയാണ്. ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കിവിടെ കാണാം മുകളിൽ നോട്ടിഫിക്കേഷൻസ് കാണുന്നുണ്ട്. ആ നോട്ടിഫിക്കേഷൻ ടോൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോ ആയിട്ടുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഏതാണോ വേണ്ടത് അതൊന്ന് ആ ടോൺ ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് മെസ്സേജുകളൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ടോൺ കേട്ടാൽ മനസ്സിലാവും അത് സിസ്റ്ററാണ് വിളിക്കുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ചെയ്യാം. ബാക്ക് ചെയ്തിട്ട് നമുക്ക് റിംഗ് ടോൺ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ റിംഗ് ടോൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അവിടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടോൺ സെറ്റ് ചെയ്ത് വെക്കാം. ഒന്ന് ഓർത്ത് വെക്കണം ടോൺ ഏതാണെന്നുള്ളത്. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ നമ്പറിൽ നിന്ന് വരുന്ന ടോണുകൾ അല്ലെങ്കിൽ റിംഗ് ടോൺ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ന വ്യക്തിയാണ് വിളിക്കുന്നത്. അതിനായിട്ട് നമ്മൾ പോയിട്ട് ഫോൺ എടുക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമോ നമുക്ക് വരുന്നില്ല. വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇത്. അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്യുക. അറിയുന്നവരാണെങ്കിൽ മറ്റുള്ളവർക്ക് നിർബന്ധമായും ഷെയർ ചെയ്യുക.